നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. സംശയങ്ങളെയും ഭയത്തെയും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അത്തരത്തിൽ ഭയത്തെയും സംശയങ്ങളെയും വിട്ടുകളഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ ധൈര്യമായി ഇത്തരം പരിശ്രമങ്ങൾ അനിവാര്യമാണ് എന്ന് പറയാം. നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം തീർച്ചയായും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നു. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾക്കായുള്ള പരിശ്രമങ്ങൾ അത് വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ് എങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ വലിയ മനസ്സുള്ളവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ മനസ്സലിയുന്ന വ്യക്തികൾ എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മൂലം പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലും ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും ഇപ്രകാരം പലരും തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയി എന്നൊരു ചിന്ത നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും പലരും കൊണ്ടുപോയ സാഹചര്യം പോലുമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അവർ നിങ്ങളെ സമീപിക്കുകയും എന്നാൽ അവർ ആവശ്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ഇനി നിങ്ങൾ വേണ്ട എന്ന രീതിയിൽ ഒഴിവാക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഇത്തരത്തിൽ പല ആവർത്തിയായി ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ പലപ്പോഴും പലരെയും വിശ്വസിക്കുവാൻ പോലും നിങ്ങൾക്ക് തോന്നാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നതായ ആ ശക്തി, അതായത് ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ ഇത്തരം ചിന്താഗതികളെ നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളയുക എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളെ നശിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിലൊന്ന് നെഗറ്റീവായ ചിന്തകളാണ്. പല കാര്യങ്ങളിലും നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് വന്നു ചേരാത്ത സാഹചര്യം പോലുമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണമായും പുറത്തേക്ക് കടക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും നിങ്ങളുടെ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതും വാസ്തവമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യാത്രയിൽ പല വിധത്തിലും തിരിച്ചടികളും പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊരു ഭയം നിങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് എന്നതും വാസ്തവമായ കാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ വിട്ട് കളയേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കത്തിനായിട്ടാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അത്രമേൽ അനിവാര്യവുമാണ് എന്നതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അത് സംഭവിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി മാറും എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. അതായത് ഭയം ഒഴിവാക്കി മുന്നോട്ട് തന്നെ പല കാര്യങ്ങൾക്കും പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വളരെ നിസ്സഹായാവസ്ഥ നൽകുന്നു എങ്കിലും അതിൽ നിന്നും അല്ലെങ്കിൽ മോശം അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല വിധത്തിലും പരിശ്രമങ്ങൾ
നടത്തുന്നവർ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോഴും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങൾ ഒന്ന്, മനസ്സ് മടുപ്പിക്കുന്നതായ സാഹചര്യമാണ് ചുറ്റിലുമുള്ളത് എങ്കിലും ആ സാഹചര്യങ്ങളിലൂടെ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഊർജസ്വലമായി പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ദൈവാനുഗ്രഹം കടന്നു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങൾ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവസരങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ ചിലതിൽ ഇഷ്ടങ്ങൾ പോലും മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ പല സാഹചര്യങ്ങളും പലർക്കുമുണ്ട് എന്ന് കാണുന്നു. അതിലൊരു മാറ്റം, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പലപ്പോഴും നിയന്ത്രിച്ച് നിർത്തുന്നവരുടെ ആ ചിന്താഗതിക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അവരുടെ അനുവാദത്തോടെയോ അല്ലെങ്കിൽ പിന്തുണയോടെയോ ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. അഥവാ ഭഗവാൻ നിങ്ങളിലേക്ക് അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കുവാൻ സാധിക്കുകയും അത്തരം അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പിണങ്ങി മാറി നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം എന്നതും വാസ്തവമാണ്. വളരെ കാലമായി നിങ്ങളുമായി ഒരു രീതിയിലും ബന്ധമില്ലാത്ത വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം എന്നതും വാസ്തവമാണ്. അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതും നിങ്ങളുമായി അടുപ്പമാകുവാനുമുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് കാണുന്നു. അവസരങ്ങൾ പ്രപഞ്ചം, സാക്ഷാൽ ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും. വിശ്വസിക്കുന്ന ശക്തിയെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ അതിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെ സ്വയം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളിൽ ചില ആളുകൾ, അത് ഏവരുമല്ല, ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് കാണുന്നു. നിങ്ങളിലെ ആ ഒരു സന്തോഷം നിങ്ങളിലെ ചുറ്റുമുള്ളവർക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട സന്തോഷമായിരിക്കാം. എന്തായാലും നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. പോസിറ്റീവായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് തന്നെ ഭഗവാൻ പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സ്വീകരിച്ച് ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കുക.